പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഡോക്ടർ എൻ.എം. ഷർഫുദ്ദീനോട് ഒരു ആശംസയുടെ ഒരു വാക്ക് നേർന്നുകൊണ്ട് മിസ്റ്റർ പ്രതീഷ് പോളിലേക്ക് നമുക്ക് നേരെ നീങ്ങാം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മിസ്റ്റർ ഷർഫുദ്ദീൻ, ഞാൻ അതിനുശേഷമാണ് തുടങ്ങിയത്. ഞാൻ ആശംസകൾ വെൽക്കം ശേഷമാണ് തുടങ്ങിയത്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് അനുസരിച്ച് ഞാൻ പ്രതീക്ഷിന് മാത്രമല്ല ബാക്കി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, പിന്നീട് ജോയിൻ ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്വാഗതവും ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. ആരംഭിക്കാമല്ലോ. സോ വെൽക്കം മിസ്റ്റർ പ്രതീഷ് പോൾ. ഇനി സമയം അങ്ങയുടേതാണ്. താങ്ക് യു വെരി മച്ച് സർ. ആം ഐ ഓഡിബിൾ? എന്നെ കേൾക്കാമോ? പ്രതീഷ്, ഒരു കാര്യം അതിനടുത്ത് പറഞ്ഞിട്ട്, അതായത് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നവര് കൂടുതൽ താല്പര്യം എടുത്തു വന്നവരാണ്. അതുകൂടാതെ ഇതിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിങ്സ് നമ്മളെല്ലാ നോഡൽ സെന്റേഴ്സിലേക്കും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നല്ല കാര്യം. Good morning all. Respected chairman of PM Foundation Hanif sir and other office bearers of PM Foundation, beloved students and parents. വളരെ സന്തോഷം. കാരണം PM ഫൗണ്ടേഷനെ കുറിച്ചിട്ട് എന്റെ ചെയർമാൻ മുഹമ്മദ് ഹനീഷ് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു സംഘടനയുടെ, ഒരു സ്ഥാപനത്തിന്റെ ഒരു ഭാഗമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഷർഫുദ്ദീൻ സാറിനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. സത്യത്തിൽ ഇന്നത്തെ തലമുറ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഞാനൊക്കെ എന്റെയൊക്കെ ഒരു 10ാം ക്ലാസ് പ്രീ ഡിഗ്രി കാലമൊക്കെ ഓർക്കുമ്പോ എന്ത് ചെയ്യണം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. ഉടനെ പേരൻസ്, അപ്പൊ നമുക്ക് ബയോളജിക്ക് താല്പര്യമില്ലെങ്കിൽ ഉടനെ തന്നെ എഞ്ചിനീയറിംഗ് നോക്കുക, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക, എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എൻട്രൻസിന് ഇപ്പോ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റില് ഒരു ഡിഗ്രി എടുക്കുക. അതിനുശേഷമാണ് ആലോചിക്കുന്നത് പിന്നെ BEdന് പോണോ, MScക്ക് പോണോ. ടോട്ടലി നമുക്ക് യാതൊരുവിധ ഒരു ഗൈഡൻസും ഇല്ലാതെ നമ്മൾ അവസാനം എവിടെയെങ്കിലും എത്തിപ്പെടുക, അവിടെ വെച്ചിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവസാനിക്കുക. പക്ഷെ ഇന്നത്തെ തലമുറ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലെയുള്ള കരിയർ ഗൈഡൻസ് നടത്തുന്ന സംഘടനകളും സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മോട്ടിവേഷനും. ഞാൻ മുഹമ്മദ് ഹനീഫ് സാറിന്റെ ഒത്തിരി ക്യൂസ് പ്രോഗ്രാംസ് ഒക്കെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം. എനിക്ക് തോന്നുന്നത് അത്രയും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നല്ല ഒരു ലീഡിങ് പവർ ഉള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോ അദ്ദേഹത്തെ പോലെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇതുപോലെയുള്ള ഒരു ഗൈഡൻസ് നടത്തുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവര് കൃത്യമായിട്ടുള്ള അവബോധത്തോടു കൂടിയാണ് മുന്നിലേക്ക് നീങ്ങുന്നത്. ഞാൻ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാല് ഡിഗ്രി മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ഓഡിറ്റിന് പോകുന്നത് ഈ ഷർഫുദ്ദീൻ സാറിന്റെ ഒരു ഓർഗനൈസേഷനിലാണ്. ആ ഓർഗനൈസേഷൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ്, എന്താണ് ഈ CAയുടെ പ്രോസ്പെക്ട്സ്, ഇതൊന്നും അറിയാതെ CA പാസ്സാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും വെള്ളം കുടിച്ചു പോയി. എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ സീനിയർ പാർട്ട്നേഴ്സിന്റെയും അതുപോലെയുള്ള ഒത്തിരി നല്ല ഗുരുക്കന്മാരുടെയൊക്കെ കൃപ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ CA പാസ്സാവാൻ കഴിഞ്ഞു. അപ്പൊ എന്താണ് CA കോഴ്സ്, എങ്ങനെയാണ് CAക്ക് ജോയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ പാസ്സായി കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ടുകളെ കുറിച്ചിട്ട് നമുക്ക് അതിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാം. അപ്പോ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാണ്. കുറച്ച് സ്ലൈഡ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ സ്ലൈഡ്സിന്റെ ബേസിസിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാവും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതലാണ് നമുക്ക് ഡൗട്ട്സ് വരിക. അപ്പോ ഞാൻ ആ സ്ലൈഡ്സ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. സ്ലൈഡ്സ് കാണാമല്ലോ അല്ലെ?
ഹലോ? കാണാം. ഓക്കെ ഓക്കെ. ഇതാണ് ഒരു 10ാം ക്ലാസ് സ്റ്റുഡന്റിന്റെയും അവരുടെ പേരന്റിന്റെയും ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ. എന്തിനു ചേരണം? മാത്സിന് പോണോ, അക്കൗണ്ടിങ്ങിന് പോണോ, ഇൻഫർമേഷൻ ടെക്നോളജി അതായത് കമ്പ്യൂട്ടർ സയൻസിന് പോണോ? ഓക്കെ, മ്യൂട്ട് ഒക്കെ ഉണ്ടാവുണ്ടോ? എവിടെയോ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മ്യൂട്ട് പാർട്ടിസിപ്പൻസിന്റെ മ്യൂട്ട് ചെയ്യേ. ഓക്കെ, ഇവിടെയാണ് സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യും. താങ്ക് യു. മാതാപിതാക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കുട്ടികളോട്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ 10-12 ക്ലാസ്സുകളിൽ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ വെച്ച് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നിങ്ങൾ അടുത്ത നിങ്ങളുടെ ലൈഫ് എവിടേക്കാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. അപ്പോ അവിടെ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഏരിയ, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ താല്പര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ എബിലിറ്റി. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10ാം ക്ലാസ് 12ന് നിങ്ങൾക്ക് എന്ത് ഗ്രൂപ്പ് വേണേലും സെലക്ട് ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്താലും കൊമേഴ്സിലേക്ക് വരാം. പക്ഷെ കൊമേഴ്സ് സെലക്ട് ചെയ്താൽ സയൻസ് ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ 12th എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കോർ സബ്ജക്റ്റ് ആയ CA ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ നടക്കുന്ന ഒരു ഏരിയ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം, എവിടെയൊക്കെ പോവാം. ഇവൻ ആർട്സ് എടുത്താൽ എവിടെയൊക്കെ പോവാം. ഇവൻ സയൻസ് എടുത്താൽ പോലും CA, ഞാൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നയാളാണ്, മാത്തമാറ്റിക്സിന് ശേഷമാണ് CAക്ക് ജോയിൻ ചെയ്തത്. അപ്പോ ഏറ്റവും ആദ്യം വരുന്നത് ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അതായത് കുറച്ച് മടിയന്മാരായിട്ടുള്ളവർ ആദ്യം സെലക്ട് ചെയ്യുക BCom ആണ്. വളരെ എളുപ്പം. ഒത്തിരി ഇപ്പൊ ഹനീഷ് സാറ് പറഞ്ഞ പോലെ പാസ് പെർസെന്റേജ് ആണ് പലരും കുട്ടികൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പാസ്സാവാൻ എളുപ്പമുള്ള ഒരു ബിരുദമാണ് BCom. അതുപോലെ CA, കമ്പനി സെക്രട്ടറിഷിപ്പ്, BBA, BCA, ICAA, ഇപ്പോ CMA എന്നാണ് പറയുന്നത് ICAAക്ക്. അതുപോലെ ഒത്തിരി അതിനോടുള്ള PG, DBA, അങ്ങനെ ഒത്തിരി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ്, അങ്ങനെ ഒത്തിരി കോഴ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. എനിക്കിന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സബ്ജക്ട് കൊമേഴ്സ് ആണ്. ഈ കൊമേഴ്സിലുള്ള എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ ആക്ച്വലി കൊമേഴ്സിന്റെ പ്രത്യേകത, ഞാൻ സത്യത്തിൽ CAക്ക് ചേരുമ്പോൾ ഈ കൊമേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഇത്രമാത്രം അറിയില്ലായിരുന്നു. BCom അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേഷൻ എടുത്തവരോട് എനിക്ക് അന്നത്തെ കാലത്ത് അത്രമാത്രം ഒരു ആരാധനയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ കൊമേഴ്സ് ഫീൽഡിൽ CA വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, കൊമേഴ്സ് ഇല്ലാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈവൻ അത് നമ്മളൊരു സയന്റിസ്റ്റിന്റെ റിസർച്ച് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് സംഘടന, ഏത് മേഖലയിൽ പോയാലും അവിടെ ഒരു കൊമേഴ്സ് ഉണ്ട്. അവിടെ ബാങ്കിങ് ഓപ്പറേഷൻസ് ഉണ്ടാവും, ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. അപ്പോ ഈ കൊമേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി പൊട്ടൻഷ്യൽ സത്യത്തിൽ നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോ അതിന്റെ ഏറ്റവും ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് ലൈൻ ഓഫ് ദ എക്കോണമി. ഒരു സാമ്പത്തിക രാഷ്ട്രത്തിന്റെ, ഒരു എക്കോണമിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു ജീവിത ചക്രത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് കൊമേഴ്സ്. അത് ഒരു ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് എ ബാക്ക് ബോൺ, ഒരു നട്ടെല്ലാണ് ഒരു എക്കോണമിയുടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിന്റെ. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണമെങ്കിൽ കൊമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം. എന്താണ് കൊമേഴ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ CA എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഇപ്പൊ ഈ കോഴ്സിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നിരിക്കുന്നത്.
ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. GST എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഷോർട്ട് ഫോം ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡിങ്ങും അതിന്റെ റിപ്പോർട്ടിങ്ങുമാണ് പ്രധാനമായും ഈ കൊമേഴ്സ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടവർ ചെയ്യുന്ന ഒരു കാര്യം. കൊമേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ C for cash, O for optimization, M for management, another M for marketing, E for expansion, R for research, C for customer competition, E for economy. ഇതെല്ലാം ബന്ധപ്പെട്ട കാര്യമാണ് കൊമേഴ്സിലുള്ളത്. ദെൻ എന്തുകൊണ്ട് കൊമേഴ്സ്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊമേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത് വൈ. നമുക്കത് പറയാൻ പറ്റും എന്തുകൊണ്ട്. നീഡഡ് എവരിവെയർ. ഈ കൊമേഴ്സ് ആവശ്യമില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ MBBS ഡോക്ടർ പാസ്സായിട്ട് ഒരു പ്രാക്ടീസ് തുടങ്ങാനായിട്ട് ഒരു ഹോസ്പിറ്റൽ ഇടുകയാണ്. അദ്ദേഹത്തിന് നേഴ്സസ് വേണം, ലാബ് അസിസ്റ്റൻസ് വേണം, പക്ഷെ ഇതിന്റെ എല്ലാം കൂടെ ഒരു അക്കൗണ്ടന്റ് മസ്റ്റ് ആയിട്ട് വേണം, അതിന്റെ കണക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ഓഡിറ്റർ മസ്റ്റ് ആയിട്ട് വേണം. നേരെ മറിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഓഫീസിൽ ഒരു ഡോക്ടറുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതി. പക്ഷെ ഒരു ഡോക്ടർക്ക് സ്ഥിരമായിട്ട് അവിടെ ഒരു അക്കൗണ്ടന്റ് വേണം. അവിടെ വരുന്ന രോഗികളുടെ വിവരങ്ങള് അല്ലെ അവരുടെ ഫീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഒരു അക്കൗണ്ടന്റ് വേണം. അത് അക്സെപ്റ്റൻസ്, അതായത് തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല. അതുപോലെ ഇൻകം ഏണിംഗ്. ഇപ്പോ ഏറ്റവും കൂടുതൽ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഈവൻ എഞ്ചിനീയറിംഗിന്റെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് 3 ഇരട്ടിയെങ്കിലും ആണ്. ഇത് വളരെ ഉറപ്പായിട്ട് നമുക്ക് കാര്യമാണ്. ദെൻ മേക്സ് യു ജാക്ക് ഓഫ് ഓൾ. അതായത് ഈ ഒരു കൊമേഴ്സ് ഒരു ചാർട്ടേഡ് മേഖല, എല്ലാ മേഖലകളിലും തന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് ലൈക്ക് ബ്ലഡ് ഇൻ ഹ്യൂമൻ ബോഡി, ഒരു ശരീരത്തില് ഒഴുകുന്ന രക്തം പോലെ തന്നെ ഈ എല്ലാ ഇൻഡസ്ട്രിയിലും കൊമേഴ്സിന്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ദെൻ ഞാൻ പറഞ്ഞു കൊമേഴ്സ് ഈക്വൽ ടു സക്സസ്. അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മോട്ടോ തന്നെയാണ്. ദെൻ ഒന്നുകൂടെ നമുക്ക് 12th കൊമേഴ്സ് കഴിഞ്ഞവരെ അവരുടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. CA ഫൗണ്ടേഷൻ വഴി നമുക്ക് CA റൂട്ടിലേക്ക് കയറാം. BCom കഴിഞ്ഞാൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്? BCom കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ടെസ്റ്റ് എഴുതി ബാങ്കിൽ കയറാം, MBAക്ക് പോവാം, LLBക്ക് പോവാം, CAക്ക് BCom കഴിഞ്ഞാലും പോവാം ഈ ഫൗണ്ടേഷൻ വഴി അല്ലാതെ. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കമ്പനി സെക്രട്ടറിഷിപ്പിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എങ്ങനെ നമ്മള് CAക്ക് എന്തിനു വേണ്ടി എന്നുള്ള കാര്യമാണ് ഇന്നിവിടെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഒന്നുകൂടെ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു സീനിയർ CFO ഫിനാൻഷ്യൽ ഓഫീസർ എങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എങ്ങനെ സമൂഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സ്ലൈഡാണിത്. കാരണം ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഗവൺമെന്റിന് വേണ്ടി ഏതൊരു സ്ഥാപനത്തിന്റെയും കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ ബിസിനസ്സുകാരുടെ പ്ലാനിങ്, അവരുടെ കൃത്യമായ ടാക്സ് അടപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ടാക്സ് ലോസിലെ ലീഗൽ, നിയമപരമായിട്ടുള്ള ടാക്സിന്റെ ലീഗൽ സൈഡ്, ഇൻകം ടാക്സിന്റെ കേസ് ലോസ്, കൊമേഴ്ഷ്യൽ ജനറൽ ലോസിന്റെ കേസ് ലോസ്, അങ്ങനെ ഒത്തിരി ലീഗൽ മാറ്റേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ടാക്സേഷൻ, അതുപോലെ ഇന്റർനാഷണൽ ലെവലിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്റർനാഷണൽ കൺസൾട്ടൻസി, ഇൻഫർമേഷൻ ടെക്നോളജി. CA കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു കോഴ്സ് ഉണ്ട് ഡിസ, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡിപ്ലോമാസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, ബിസിനസ്, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇങ്ങനെ പല ഏരിയയില് CA
ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഡ്രീം CA, ബിലീവ് CA ആൻഡ് അച്ചീവ് CA. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങള് നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ സ്വപ്നം കാണുക, CA ആവാനായിട്ട് സ്വപ്നം കാണുക, ഞാൻ CA ആണെന്ന് വിശ്വസിക്കുക, അത് നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ അതിന്റെ പാസ് പെർസെന്റേജോ അല്ലെങ്കിൽ ഒരു ചാൻസിൽ തോറ്റത് കൊണ്ട് ഇനി ഞാനത് അടുത്ത കോഴ്സിന് പോവാ, ഇതൊന്നും അല്ല ആവശ്യം. ഹാർഡ് വർക്ക്, ട്രൈ ആൻഡ് ട്രൈ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും. പിന്നെ ഇതിന്റെ അട്രാക്ഷൻസ് ആണ് CA പ്രൊഫഷൻ കൊണ്ടുള്ള മണി, ഇന്റർനാഷണൽ എക്സ്പോഷർ, ക്യാമ്പസ് പ്ലേസ്മെന്റ്, റെപ്യൂട്ടേഷൻ, വെൽ സെറ്റിൽഡ് ലൈഫ്. സോ ഈ ഒരു ട്രീ, ഈ ഒരു അംബീഷൻ ആണ് നമ്മളെ CAയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകം. ദെൻ നമ്മള് ഒരു വേർഡാണ് നമ്മുടെ മാർക്കറ്റിംഗ് MBAയിലെ ഒരു വേർഡാണ് USP, യുണീക് സെല്ലിംഗ് പോയിന്റ്. ഏതൊരു പ്രോഡക്റ്റിന്റെയും ഒരു മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഗുണങ്ങൾ എന്തൊക്കെയാണ് CAക്ക്, അതാണ് USP ഓഫ് CA കോഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഇത് ഈ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരം ഉണ്ടാക്കിയ ഒരു ബോഡിയാണ്. ദെൻ ഇത് റെഗുലേറ്റേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ സൈനിങ് പവർ, ഒരിക്കൽ ഞങ്ങളുടെ CA ഡേയില് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ എന്റെ സിഗ്നേച്ചറിനേക്കാൾ കൂടുതൽ വാല്യൂ ഉണ്ട് ഒരു CAയുടെ സിഗ്നേച്ചറിന്, പക്ഷെ നിങ്ങൾ അത് ആ മൂല്യം കളയാതെ സൂക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഏജ് ഈസ് നോട്ട്, എത്ര വയസ്സായാലും പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് CA എക്സാം എഴുതാം, രജിസ്റ്റർ ചെയ്യാം. പ്യുവർലി ഓൺ മെറിറ്റ് ബേസ്ഡ്. സാധാരണ പല അഡ്മിഷൻസും വന്നിരിക്കുന്നത് റെക്കമെൻഡേഷന്റെ പുറത്ത്, അല്ലെങ്കിൽ ഈവൻ മാനേജ്മെന്റ് കോട്ട, ഇങ്ങനെയുള്ള ഒരു കോട്ടയോ റെക്കമെൻഡേഷനോ ഒന്നും CA കോഴ്സിന് ബാധകമല്ല. അതുപോലെ ഇതൊരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ലേണിംഗ് സിസ്റ്റം ആണ്. രജിസ്റ്റർ ചെയ്യുക, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം. ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് അവിടെ ക്ലാസ്സിൽ പോയിരിക്കേണ്ട കാര്യമില്ല. ദെൻ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ലേണിംഗ് ഓഫ് 3-year ആർട്ടിക്കിൾഷിപ്പ്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. സാധാരണ നമ്മൾ നീന്താനുള്ള തിയറി പഠിച്ചിട്ട് കാര്യമില്ല. തിയറി പഠിച്ച ഒരാള് നീന്തൽക്കുളത്തിലേക്ക് എടുത്ത് ചാടിയാൽ മുങ്ങിപ്പോകും. അപ്പൊ പക്ഷേ ഒരു CA കോഴ്സ് 3 കൊല്ലം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക്, CA കഴിഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പണി ചെയ്യാനായിട്ട് ആരുടെയും സഹായം വേണ്ട. കാരണം കൃത്യമായിട്ട് എല്ലാ ഏരിയയിലും ഫോർ കോമ്പിറ്റൻസി ഉണ്ടായിരിക്കും. അതുപോലെ ക്ലൗഡ് ക്യാമ്പസ്, ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഉള്ള ഒരു ന്യൂ ജനറേഷൻ ടെക്നിക്സ് എല്ലാം വെച്ചുകൊണ്ട് ക്ലൗഡ് ക്യാമ്പസ് ഉണ്ട്, ലേണിംഗ് ഉണ്ട്. പിന്നെ കോസ്റ്റ് ആണ് ഇതിന്റെ ഒരു ഏറ്റവും മിനിമൽ കോസ്റ്റിലാണ്. മറ്റുള്ള ഏത് കോഴ്സ്, ഇപ്പൊ എഞ്ചിനീയറിംഗോ MBAയോ ഏത് കോഴ്സ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പറയാം. ദെൻ ഓപ്പൺ ഫോർ ഓൾ സ്ട്രീംസ്, കൊമേഴ്സ്, ആർട്സ്, സയൻസ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ +2-ന് എന്തെടുത്തു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏത് സ്ട്രീമിലാണെങ്കിലും CAയിലേക്ക് വരാനായിട്ട് പറ്റും. ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് കോഴ്സ് ആണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കരിക്കുലവും ഒരു സിലബസും പറയുന്നുണ്ട്. അത് റെഗുലർ ആയിട്ട് ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തു പോകുന്നുണ്ട്. Then the most attracting thing is 100% employment. That is unlimited career options ആണ് ഇതിന് വരിക. That means നിങ്ങള് സപ്പോസ് നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പോകാൻ താല്പര്യമില്ലാത്തവർക്ക് കോഴ്സ് പാസ്സായാൽ പിറ്റേ ദിവസം തന്നെ പ്രാക്ടീസ് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ദെൻ ഞാൻ ആദ്യമേ പറഞ്ഞു സിഗ്നേച്ചർ പവർ ഓഫ് CA. ഞാനിപ്പോ എന്താ പറയുക, വൺ സൈഡഡ് ആയിട്ട് പറയുമ്പോ എനിക്കൊരു ഡൗട്ട്, എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിലാണോ നമ്മുടെ ഇതുള്ള, അതെയോ എല്ലാവർക്കും? ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല, പാർട്ടിസിപ്പൻസിന്റെ ഒരു ഇന്ററാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാമായിരുന്നു. അപ്പൊ ഒരു റെസ്പോൺസ് കിട്ടുമായിരുന്നു. വൺ സൈഡഡ് ആയിട്ട് ഞാൻ പറയുമ്പോ പലർക്കും ആരും നോയ്സസ് ഉണ്ടാക്കാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ, ശരി സർ. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സിഗ്നേച്ചർ പവർ. മെയിൻലി ടാക്സ് ഓഡിറ്റ്സ് ആണ്. ഇൻകം ടാക്സിന്റെ ഓഡിറ്റ് സർട്ടിഫൈ ചെയ്യാനുള്ളത്, അതുപോലെ കമ്പനി ഓഡിറ്റ് സർട്ടിഫൈ ചെയ്യുക, ബാങ്കുകളിലെ ലോൺ ഡോക്യുമെന്റ്സ് സർട്ടിഫൈ ചെയ്യുക, അതുപോലെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒരാൾക്ക് ഒരു ഫണ്ട് അയക്കണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അയക്കാൻ പറ്റത്തില്ല. ഫോം നമ്പർ 15 CA-CB എന്നൊക്കെ പറയും. അതുപോലെ ഒത്തിരി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡ് ആയിട്ടുള്ള കാര്യമാണ് 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ മൈഗ്രേഷൻ. കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ. ഈ മൈഗ്രേഷനും വിസ പ്രോസസ്സിങ്ങിന് വേണ്ട ഒരു പേപ്പർ സർട്ടിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനുണ്ട്. ഇങ്ങനെ സിഗ്നേച്ചർ പവർ എന്ന് പറയുന്നത് തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി നൽകുന്ന ഒരു കാര്യം. ദെൻ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു കാര്യം, പലരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒന്നും ആദ്യകാല ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ എല്ലാവരും ഈ അവരുടെ പ്രാക്ടീസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ ജനറൽ നോളജ് വെച്ച് ജസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ആൻസർ ഒന്ന് കിട്ടിയാൽ നന്നായിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മിനിസ്ട്രിയില് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പേരൊന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹലോ, ആരും പറയുന്നില്ല? സാധാരണ നമ്മുടെ ഹലോ പീയൂഷ് ഗോയൽ. യെസ്, പീയൂഷ് ഗോയൽ, അതുപോലെ മുൻ റെയിൽവേ മിനിസ്റ്റർ സുരേഷ് പ്രഭു, ഇവരെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഹെഡ് കുമാരമംഗലം ബിർള. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സിംപ്ലി പ്രാക്ടീസ് മാത്രമല്ല, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും എല്ലാം ഇറങ്ങുന്ന ഒത്തിരി ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാര് നമുക്ക് കാണാം ഇപ്പോ ഈ നമ്മുടെ ഒരു പുതിയ ഇപ്പോഴത്തെ ഈ വേൾഡില്. ദെൻ ഇതിന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ദാറ്റ് ഈസ് നോ ഡിസ്ക്രിമിനേഷൻ, ബിലീവ് ഇൻ ക്വാളിറ്റി ഓൺലി, നോ കാസ്റ്റ്, ഒരു ഇതിനൊരു റിസർവേഷൻ ഇല്ല, ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ്. ആർക്ക്, അതുപോലെ തന്നെ ആണോ പെണ്ണോ ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, ക്വാളിറ്റിയിൽ മാത്രം അധിഷ്ഠിതമായിട്ട് ഉള്ള ഒരു കോഴ്സാണ് CA കോഴ്സ്. ദെൻ ഞാൻ ആദ്യമേ പറഞ്ഞു, പബ്ലിക്കും ഗവൺമെന്റും ബിസിനസ്മാനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ആക്ച്വലി CAs എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി. നമ്മൾ സത്യസന്ധരായിരിക്കണം. ദെൻ ഒബ്ജക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഒബ്ജക്ടിവിറ്റി ഉണ്ടാവണം. ഇൻഡിപെൻഡന്റ് ആയി സ്വതന്ത്രരായിരിക്കണം. കോൺഫിഡൻഷ്യാലിറ്റി, നമ്മളുടെ അതിന്റെ സ്വകാര്യത നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ ഒരു ഇൻഫർമേഷൻ, ഒരു ക്ലയന്റിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഇൻഫർമേഷൻ അടുത്ത ക്ലയന്റിനോട് പറയാതിരിക്കുക. അങ്ങനെയുള്ള കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. ദെൻ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്, ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെയുള്ള എല്ലാ ഉപാധികളും ഉപയോഗിച്ചിട്ട് നമ്മുടെ കോമ്പിറ്റൻസി നമ്മൾ വർദ്ധിപ്പിക്കുക. ഇതാണ് ഞങ്ങൾക്ക് ബേസിക് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള 4 കാര്യങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയ, പാർലമെന്റിന്റെ ഒരു നിയമം മൂലം വന്നിരിക്കുന്ന ഒരു ആക്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആക്ട് 1949. ദാറ്റ് മീൻസ് ഇപ്പോൾ ഏകദേശം 72 വർഷമായി കഴിഞ്ഞു. ഇത് റെഗുലേറ്റ് ചെയ്യുന്ന കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇവർക്കെല്ലാം ഈ ബോഡിയിൽ ഒരു റെഗുലേറ്ററി പവർ ഉണ്ട്. അതുപോലെ അവരുടെ പല സർവീസുകളിലും ഞങ്ങൾ CA-കാരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്.
ഞാൻ 72 വർഷമായി എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോക സെക്കൻഡ് ലാർജസ്റ്റ് അക്കൗണ്ടിങ് ബോഡിയാണ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതായത് ഏകദേശം 3,72,000 മെമ്പേഴ്സ് ഇപ്പോ അറ്റ് പ്രസന്റ് ഇന്ത്യൻ CAക്ക് ഉണ്ട്. അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിന് മാത്രമേ ഉള്ളൂ. അത് നമ്മളെക്കാളും മുമ്പ് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫിനാൻഷ്യൽ കോമ്പിറ്റൻസി അതാണ് ഏറ്റവും കൂടുതൽ, അതായത് അക്കൗണ്ടൻസി പ്രൊഫഷണലിൽ ഏറ്റവും കോമ്പിറ്റൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ICAയുടെ മോട്ടോ തന്നെ. ദെൻ ഇതാണ് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ പഠിക്കാൻ പറ്റുക, ഇതിനെന്ത് ചെലവ് വരും, ഇതിന്റെ റൂട്ട് എന്താണ്, വളരെ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ അതിന്റെ അവസാന സ്ലൈഡുകളിൽ അത് കാണിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ICA.org എന്ന് പറയുന്ന സൈറ്റിൽ വളരെ കൃത്യമായിട്ട് ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്. അതിൽ പറയുന്നത് 2 റൂട്ടിൽ കൂടെയാണ് നമ്മൾ CA കോഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഒന്ന് ഫൗണ്ടേഷൻ റൂട്ട്, 2 ഡയറക്റ്റ് എൻട്രി. ഫൗണ്ടേഷൻ റൂട്ടിന് 2 കട്ട് ഓഫ് ഡേറ്റ് ആണ് ഉള്ളത്. നിങ്ങൾ 10th എക്സാമിനേഷൻ ശേഷം നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. ജാനുവരിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മെയ്യില് എക്സാം എഴുതാം. ജൂലൈക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് നവംബറിൽ എക്സാം എഴുതാം. ദെൻ ഫൗണ്ടേഷൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് +2 കോഴ്സ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എക്സാമും പാസ്സായാൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. 12th എക്സാം പാസ്സായിരിക്കണം. ഫൗണ്ടേഷൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൂട്ടിൽ കൂടെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. അതിനു മുമ്പായിട്ട് 1-2 ഓറിയന്റേഷനും ITT ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ചെയ്യാം. 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് കോഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാം. GMCസും അഡ്വാൻസ്ഡ് ITTയും അങ്ങനെ 1-2 കോഴ്സുകളുടെ ഇടയ്ക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഡയറക്റ്റ് എൻട്രി റൂട്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊമേഴ്സിന് 55% മാർക്കും അതർ നോൺ കൊമേഴ്സ് സബ്ജക്റ്റിന് 60% മാർക്കും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾഷിപ്പ് കോഴ്സ് ട്രെയിനിങ് കോഴ്സിനും കൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞാലും അതുപോലെ ഡയറക്റ്റ് എൻട്രി ആണെങ്കിലും കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ITT ഇന്റൻസീവ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 3 ഇയർ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. ഇത് ഫൗണ്ടേഷൻ റൂട്ട് ആയാലും ഡയറക്റ്റ് റൂട്ട് ആയാലും ഇത് കമ്പൽസറി ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയാം. ദെൻ ആഫ്റ്റർ പാസിംഗ് ഇന്റർമീഡിയറ്റ് യു ക്യാൻ രജിസ്റ്റർ ഫോർ ഫൈനൽ എക്സാം. ദെൻ ഫൈനൽ എക്സാമിന് ശേഷം നിങ്ങൾ ഒരു GMCS കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CA ആയിട്ട് പ്രാക്ടീസ് ചെയ്യോ ജോലിയിൽ പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യും. ഇനിഷ്യലി യു വിൽ ബിക്കം ആൻ അസോസിയേറ്റ് മെമ്പർ. thereafter you will be a fellow member. 5 വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ you will be a fellow member of the Institute of Chartered Accountants of India. Then എല്ലാവരും താല്പര്യമുള്ള ഒരു കാര്യം ഫീസ് എങ്ങനെയാണ്, ഇതിന്റെ ഫീസ് എന്നുള്ള കാര്യത്തിലാണ്. അതുപോലെ ഇതിന് എങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പലരും താല്പര്യപ്പെടുന്നത്. യൂഷ്വലി ഫൗണ്ടേഷൻ കോഴ്സിന്റെ രജിസ്ട്രേഷൻ 9,000 rupees ആണ്. പ്രോസ്പെക്ടസിന് 200 രൂപ. സോ ജേണല് എല്ലാ മാസവും ജേണലുണ്ട് സ്റ്റുഡൻസിന്, അത് കിട്ടാനായിട്ട് 400 രൂപ. പുറത്തുള്ളവർക്കാണെങ്കിൽ $700 ആണ് അടയ്ക്കേണ്ടത്, ദാറ്റ് ഈസ് NRIസിന്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ICA.org സ്റ്റുഡന്റ് സർവീസസിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഫൗണ്ടേഷന് ഉള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ് ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ബിസിനസ് ലോസ്, അതുപോലെ കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്.
മർക്കൻഡൈലോ കോൺട്രാക്ട് ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം കോച്ചിങ് സെന്റേഴ്സും ഉണ്ട്. ഇപ്പൊ നിലവിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എല്ലാ ബ്രാഞ്ച്, എറണാകുളം ബ്രാഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും, കൊല്ലം, തൃശ്ശൂർ എല്ലാ ബ്രാഞ്ചസിലും, കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചസിലും തന്നെ ഇതിനുള്ള കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ദെൻ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ആണ് വേറൊരു പേപ്പർ. ബിസിനസ് എക്കണോമിക്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ് ആണ് അടുത്ത ഒരു പേപ്പറായിട്ട് വരിക. ഇങ്ങനെ 4 പേപ്പറാണ് ഫൗണ്ടേഷൻ ഉള്ളത്. ഡയറക്റ്റ് എൻട്രി ഞാൻ ഓൾറെഡി പറഞ്ഞു. കൊമേഴ്സിന് 55%, നോൺ കൊമേഴ്സിന് 60% ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്ന് അറിയാനായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, ദാറ്റ്സ് എൻ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. നിങ്ങൾക്ക് ഈ കോഴ്സ് ഒരു 15 ദിവസത്തെ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് ഈസ് 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ, ഇങ്ങനെയുള്ള പല. ഇതിന് 6500 രൂപയാണ് ഈ കോഴ്സിന്റെ ഫീസ്. പിന്നെ ഓറിയന്റേഷൻ കോഴ്സ്, അവിടെയും ഈ എന്താണ് CA പ്രൊഫഷൻ, ഇതിന്റെ എന്തെല്ലാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്കത് എത്രമാത്രം ഇതിനകത്ത് ഗുണം ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓറിയന്റേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകുന്നുള്ളൂ. കാരണം വളരെ എനിക്ക് തോന്നുന്നത് 10-15 വർഷം മുമ്പ് ഒത്തിരി പേര് വന്ന് രജിസ്റ്റർ ചെയ്യും, പകുതി വഴിക്ക് ഉപേക്ഷിച്ചു പോകും. അത് ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ചെയ്യുന്നത്. ആ ഓറിയന്റേഷന്റെ ഫീസ് 7000 രൂപയാണ്. ദെൻ ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആണ് 15,000 ആണ് ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ ഫീസ്. പ്ലസ് ആക്ടിവിറ്റി ചാർജസ് 2,000 റുപ്പീസ്. ദെൻ ആർട്ടിക്കൽ അസിസ്റ്റൻസിന്റെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. അങ്ങനെ 18,000 ആണ് ടോട്ടൽ ഫീസ് ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരിക. ഇന്റർമീഡിയറ്റിന്റെ പേർപ്പസ് ആണ് 2 ഗ്രൂപ്പ് ആയിട്ടാണ്, 4 പേപ്പർ വെച്ചിട്ടുള്ള 2 ഗ്രൂപ്പ്. ഗ്രൂപ്പ് 1 അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ലോ, കമ്പനി ലോ ആൻഡ് അതർ ലോസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഇൻകം ടാക്സ് ലോ, GST ലോ ബേസിക്കലി. ദെൻ ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഇൻഫർമേഷൻ സിസ്റ്റം, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ്. ദെൻ ഇതിന്റെ എക്സാം പാസ് ആവണമെങ്കിൽ എന്തുകൊണ്ടാണ് പാസ് പെർസെന്റേജ് കുറയുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പെർസെന്റേജ് ആണ്. അതായത് ഓരോ പേപ്പറിനും 40% മിനിമം കിട്ടുകയും വേണം, അഗ്രിഗേറ്റ് ആയിട്ട് 50% വേണം. ചുരുക്കി പറഞ്ഞാൽ 400 മാർക്കുള്ള 4 പേപ്പറിൽ 200 മാർക്ക് കിട്ടിയിരിക്കുകയും ചെയ്യണം. ഒരു പേപ്പറിന് 40 മാർക്ക് കുറയാനും പാടില്ല. ഉദാഹരണത്തിന് 250 മാർക്ക് ഉള്ള ഒരു വ്യക്തിക്ക് പോലും ചിലപ്പോൾ ജയിക്കണമെന്നില്ല. ഒരു പേപ്പറിന് 39 മാർക്കായി പോയാൽ 40 മാർക്ക് മസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഇതിന് പാസ് പെർസെന്റേജ് കുറയാനുള്ള ചാൻസ് വരിക. പക്ഷെ എക്സംഷൻ ഉണ്ട്. 60% കൂടുതൽ ഒരു പേപ്പറിന് കിട്ടിയാൽ ആ ഒരു പേപ്പർ അടുത്ത എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഇന്റർമീഡിയറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് അതിനുശേഷം ഇന്റർമീഡിയറ്റ് ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ അഡ്വാൻസ്ഡ് ഇന്റഗ്രേറ്റഡ് ITT കോഴ്സും സോഫ്റ്റ് സ്കിൽ കോഴ്സും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് കോഴ്സ് തുടങ്ങി 2 കൊല്ലം അത് അവസാനിക്കുന്നതിന് മുമ്പായിരിക്കണം. അതും 15 ഡേയ്സ് തന്നെയാണ്. അതിനും ഒരു ഫീ ഉണ്ട്, 7,500. ദെൻ MCS മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ഇത് ഫൈനൽ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ CA പാസ്സായി പുറത്തു പോയിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് 7000 രൂപയാണ് ഫീസ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, സാധാരണ കോഴ്സുകളിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലും ഫീസ് അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നു എന്നുള്ളത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂഷന് പോവുകയോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനോ ഒക്കെ ഇത് മിനിമം ഫീസാണ് 2000, 2500, 3000 എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതൽ നല്ല നല്ല ഫെയിംസ് എല്ലാം കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇവൻ ഞങ്ങളുടെ ഫെയിമിൽ തന്നെ സ്റ്റാർട്ടിങ് 5,000, 6,000, 7,500 ആണ് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഹോസ്റ്റൽ ഫീസോ ട്യൂഷൻ ഫീസോ മന്ത്ലി ഫീസ് അവർക്ക് സ്റ്റുഡൻസിന് അത് ഒത്തിരി ആശ്വാസമാണ്. ദെൻ ലാസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഫൈനൽ ആണ്. ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഫൈനൽ 2 ഗ്രൂപ്പ്
4 പേപ്പർ വെച്ചുള്ള 2 ഗ്രൂപ്പ് പാസ്സാവുക, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഫൈനലിന്റെ രജിസ്ട്രേഷൻ ഫീസ് 22,000 ആണ്, ഇൻക്ലൂഡിംഗ് സ്റ്റഡി മെറ്റീരിയൽ. ദെൻ പേപ്പേഴ്സ് ഇതൊക്കെയാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, എല്ലാം അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടതും ലോയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. നേരത്തെ കുറെ, പിന്നെ നമുക്ക് ഓപ്ഷണൽ ഇലക്ടീവ് പേപ്പേഴ്സ് ഉണ്ട്. ചിലർക്ക് പല ഏരിയയിലും, ഇപ്പോ റിസ്ക് മാനേജ്മെന്റ്, ഇപ്പൊ ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു ബാങ്കിലെ ഫ്രോഡ് കണ്ടുപിടിക്കാനുള്ള റിസ്ക് അസസ്മെന്റിനുള്ള ഒരാൾക്ക്, അയാൾക്ക് താല്പര്യം അതാണെങ്കിൽ, നമ്മൾ ഏതോ ഒരു സിനിമയില് പറയുന്ന പോലെ ഈ ഓരോരുത്തരുടെ ഏരിയ, ഇപ്പൊ ഷെർലക് ഹോംസിന്റെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും താല്പര്യം. അപ്പോ റിസ്ക് താല്പര്യമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആ ഏരിയ മാത്രം സെലക്ട് ചെയ്താൽ മതി. അദ്ദേഹം ഈ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ലോ പഠിക്കുകയോ കമ്പനീസ് ആക്ടോ ഇൻകം ടാക്സോ പഠിക്കേണ്ട കാര്യമില്ല. അതോ ക്യാപിറ്റൽ മാർക്കറ്റ് അനാലിസിസ് ഉള്ളവര്, ഇപ്പൊ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യണവർക്ക് ഈ ഓഡിറ്റിങ്ങിന്റെ കാര്യമോ അല്ലെങ്കിൽ കൂടുതൽ ഈ കോർപ്പറേറ്റ് ലോ ഇൻകം ടാക്സ് ലോ പഠിക്കേണ്ട കാര്യമില്ല. ഇൻഫർമേഷൻ ടെക്നോളജി, ഇപ്പൊ നിങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇംപ്ലിമെന്റേഷൻ പാർട്ണറായിട്ടോ SAP ERP കമ്പനികളിൽ നിങ്ങൾ ഇംപ്ലിമെന്റേഷൻ പാർട്ണറായിട്ട് ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ലോസ് അധികം പഠിക്കേണ്ട കാര്യമില്ല. അവിടെ ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക. ഇത് ഇപ്പോ പുതിയതായിട്ട് വന്ന സിലബസിൽ ഒന്നാണ് ഇലക്ടീവ് പേപ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ സ്കോളർഷിപ്പ്, ഇപ്പൊ റാങ്ക് ഹോൾഡേഴ്സിന് 2,500 രൂപ പെർ മന്തില് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. മെറിറ്റ്, ദാറ്റ് ഈസ് മെറിറ്റ് സ്കോളർഷിപ്പ്. ഇതെല്ലാവർക്കും കിട്ടത്തില്ല, ഓൺലി ഫോർ റാങ്ക് ഹോൾഡേഴ്സ്. നമ്മുടെ മെറിറ്റ് കം നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഉണ്ട്. 3 lakhs താഴെ ആനുവൽ ഇൻകം ഉള്ള പേരൻസിന്റെ കുട്ടികൾക്ക് 2,000 രൂപ വെച്ചിട്ട് കിട്ടുന്ന ഒരു സ്കീമുണ്ട്. അവിടെ മെറിറ്റും നോക്കും, അതുപോലെ തന്നെ അവരുടെ പേരൻസിന്റെ ഇൻകവും നോക്കും. ഇനി നീഡ് ബേസ്ഡ് മാത്രമായിട്ട് 1,500 രൂപ വെച്ചിട്ട് മന്ത്ലി കിട്ടുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അവിടെ പേരൻസിന്റെ ഇൻകം മാത്രമാണ് അവിടെ ഒരു ക്രൈറ്റീരിയ. ദെൻ CA ഫൈനൽ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി പാസ്സായാലും ഇതിനകത്ത് സ്കോപ്പ് തീരുന്നില്ല, പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒത്തിരി ഓർഗനൈസേഷൻസും ഒത്തിരി യൂണിവേഴ്സിറ്റികളുമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്ക് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇഗ്നോയുടെ BCom നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ CA ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പേപ്പർ എക്സംഷൻ ഉണ്ട്. 5 പേപ്പർ കുറച്ച് എഴുതിയാൽ മതി. അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസുമായിട്ട് മ്യൂച്വാലിറ്റി, അതായത് അത് അവിടുത്തെ CA പാസ്സായാൽ ഇവിടെ കുറച്ച് പേപ്പർ എക്സംഷൻസ് ഉണ്ട്, ഇവിടുത്തെ CA പാസ്സായാൽ ഇംഗ്ലണ്ടിൽ കുറച്ച് പേപ്പേഴ്സ് എക്സംഷൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഒത്തിരി ഡയറക്റ്റ് എൻട്രി ടു സിവിൽ സർവീസിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്നില്ല, CA പാസ്സായാൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ PhD ചെയ്യാം. അതുപോലെ ഒത്തിരി സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്തുന്ന ഒത്തിരി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് വാല്യുവേഷൻ, ലോസ് അസസ്മെന്റ് വാല്യുവേഷൻ, അങ്ങനെ ഒത്തിരി, അതുപോലെ മാനേജ്മെന്റ് IIM-ആയിട്ട് ടൈപ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യയില് ഇപ്പോ 3,27,081 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് നിലവിലുള്ളത്. അതിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പഴയ ഫെലോസ് നോക്കിയറിയാം, കൂടുതൽ പേരും ഫെലോസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രാക്ടീസിലാണ്, പഴയ ആൾക്കാരെല്ലാവരും. പക്ഷെ പുതിയ വരുന്ന ന്യൂ കമേഴ്സിൽ കൂടുതൽ പേരും ഇൻഡസ്ട്രിയിലാണ്. അവർ ഇൻഡസ്ട്രിയിലാണ് സിക്കോൺ ചെയ്യുക. കാരണം അട്രാക്റ്റീവ് സാലറീസ് ആണ് അവർക്ക് കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങിൽ മുതല്. അതായത് ഞങ്ങളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ദിവസം ഒരു സെമിനാറിൽ പറഞ്ഞ പോലെ, അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ സാലറിയുടെ 3 ഇരട്ടിയാണ് ഇപ്പോ ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്ത അദ്ദേഹത്തിന്റെ മകന് കിട്ടുന്നതെന്നുള്ളത്. അതുപോലെയുള്ള അട്രാക്റ്റീവ് സാലറീസ് ആണ് പല ഇൻഡസ്ട്രീസും ഇപ്പോ ഓഫർ ചെയ്യുന്നത്. ദെൻ പാസ് പെർസെന്റേജ്, യൂഷ്വലി 2021 ജാനുവരിയിൽ നടന്ന ഫൗണ്ടേഷന്റെ പാസ് പെർസെന്റേജ് 25% ആണ്. ആ 25% അത്ര കുറവൊന്നും അല്ല. കാരണം ഇപ്പോ എഞ്ചിനീയറിംഗിന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ബിലോ 50% ആണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞുള്ള ഈവൻ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കിട്ടിയില്ല എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ CAയുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ദെൻ ദിസ് ഈസ് പാസ് പെർസെന്റേജ് ഓഫ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. ഇത് കുറച്ചുകൂടെ ടഫാണ്. കാരണം അതിനകത്ത് അപ്പിയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നവർക്ക് മാത്രമേ, ഹനീഷ് സാർ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് അറൌണ്ട് 10 to 20% ആണ് മാക്സിമം പാസ് പെർസെന്റേജ് വരിക. ബോത്ത് ഗ്രൂപ്പ് പാസ്സായവര്, സിംഗിൾ ഗ്രൂപ്പ് പാസ്സായവര്, അങ്ങനെയുള്ള ഞാനത് കമ്പാരിസൺ കൊടുത്ത് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല.
അത് ഹാർഡ് വർക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, അല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് സ്കെയിൽ ചെയ്യപ്പെടുന്നില്ല. Then are you ready? If you are ready for CA course, you go to ica.org and you will have the prospectus and everything is there. നിങ്ങൾക്ക് ഒന്നും അതിനകത്ത് സംശയമില്ലാത്ത രീതിയിൽ എന്താണ്, എങ്ങനെയാണ്, ഫീസ് എത്രയാണ്, എല്ലാം ഓൺലൈൻ രജിസ്ട്രേഷൻസ് ആണ്. ഫിസിക്കലി നിങ്ങൾ എവിടെയും പോകണ്ട. ഇതൊക്കെയാണ് CA കോഴ്സ്. എന്താണ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു എനിക്ക് അലോട്ട് ചെയ്ത സമയം ഏകദേശം തീരാറായി. അപ്പോൾ ഞാൻ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനും കൂടെ ശേഷം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ സ്ലൈഡ്സ് സ്റ്റോപ്പ് ചെയ്യാണ് ഷെയറിംഗ്. താങ്ക് യു. ഞാൻ ഈ സിയുടെ ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ചോദിക്കാം. കുട്ടികൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു സംശയം ചോദിക്കാനുണ്ട്. അതായത് ഒരു നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥി കിണഞ്ഞ് പരിശ്രമിക്കുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എല്ലാം കൂടെ കംപ്രസ് ചെയ്ത് കൃത്യമായിട്ട് ദ മിനിമം പോസിബിൾ ടൈം എത്ര വേണ്ടി വരും ഒരു ഒറ്റ, അതായത് ആദ്യത്തെ ചാൻസിൽ ചെയ്യുന്ന മിടുക്കനായ വിദ്യാർത്ഥി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ മിനിമം ടൈം ദാറ്റ് ഇസ് റിക്വയർഡ്, സ്റ്റാറ്റ്യൂട്ടറി ടൈം എത്ര വരും? സാർ അത് 3 years ആണ്. കാരണം പ്ലസ് നമ്മൾ 10th തുടങ്ങുമ്പോൾ തന്നെ 10th കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യും. ഫൗണ്ടേഷൻ എക്സാം പാസ്സാവുകയും ചെയ്ത് കഴിഞ്ഞാൽ 12th കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ആവും. ദെൻ ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവുക, കോഴ്സ് രജിസ്റ്റർ ചെയ്താൽ ഒരു മാക്സിമം 3.5 years കംപ്ലീറ്റ് കോഴ്സും ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ആഫ്റ്റർ 12th. അതായത് ഒരു നന്നായി പരിശ്രമിച്ചാൽ 17 വയസ്സ് കഴിയുന്ന ഒരു +2 വിദ്യാർത്ഥിക്ക് 20 വയസ്സ്, 20.5 വയസ്സ്, 21 വയസ്സ് റെക്കോർഡ് ടൈമിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാമെന്നർത്ഥം. അതെ, ഈവൻ എഞ്ചിനീയറിംഗിനേക്കാളും മെഡിസിനേക്കാളും മുമ്പേ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും. ഞാനതാണ് നോക്കിയത്. ഒരു 21 വയസ്സെങ്കിലും പൂർത്തിയാവാതെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ ഇറങ്ങില്ല. മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ PGക്ക് പോയാൽ 22, MBBS ആണെങ്കിൽ 23. ആ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കമേഴ്ഷ്യൽ, ഞങ്ങളുടെ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയതുകൊണ്ട് ഫാസ്റ്റസ്റ്റ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ആവാം അല്ലേ? തീർച്ചയായിട്ടും സാർ, അങ്ങനെ ഉണ്ട്. അധികം പേരില്ലെങ്കിൽ പോലും ഒരു ഞങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ആ 21 വയസ്സിനുള്ളിൽ പാസ്സാവുന്നത് ഒരു 100ഓളം പേരെങ്കിലും ഉണ്ട് ഓരോ വർഷവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ട്വിൻ കോഴ്സ് ആയിട്ട് കമ്പനി സെക്രട്ടറിഷിപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കമ്പനി സെക്രട്ടറിഷിപ്പ് കമ്പൽസറി ആയിട്ട് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇല്ല. ഈവൻ CAയുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് തന്നെ കമ്പനി സെക്രട്ടറിയുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ എക്സാം എഴുതാം. അതുപോലെ എക്സാം ടൈമും പല പല ഡേറ്റ്സിലാണ്. ഇപ്പൊ CA എക്സാംസ് മെയ് ആൻഡ് നവംബർ ആണെങ്കിൽ ജൂൺ ആൻഡ് ഡിസംബർ ആണ് കമ്പനി സെക്രട്ടറി എക്സാംസ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കിറ്റ് ചെയ്യാതെ സ്റ്റുഡൻസിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണ ഒരു ദിവസത്തില് 16 മണിക്കൂറെങ്കിലും മിനിമം വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഷഫീഖ്, അടുത്ത ചോദ്യങ്ങൾ. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഡയറക്ടർ സാറോട് ചോദിക്കാം. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം, അതിന്റെ സബ്ജക്റ്റുകൾ, കോച്ചിങ് സെന്ററുകൾ എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇത് CA കുറിച്ച് മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഇതേപോലത്തെ സംശയങ്ങൾ ഇനി ചോദിക്കാൻ മറ്റൊരു വേദി പുറത്തും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. CAക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് സെഷൻ ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്ടറിനെ സാറോട് ചോദിക്കാം. പാരന്റ്സിനും ചോദിക്കാം കേട്ടോ, എല്ലാവർക്കും. അൺമ്യൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ അല്ലേ? ഇല്ല, അത്
പലരും ഞാനിപ്പോ എന്റെ ഫ്രണ്ട് സർക്കിളില് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇത് സർക്കുലേറ്റ് ചെയ്തപ്പോൾ ഷെയർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഇത് ഈ PM ഫൗണ്ടേഷൻസിന്റെ സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവര് ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, ആൻസർ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാൻ പ്രയാസമുണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു കുട്ടി. അൺമ്യൂട്ട് ചെയ്യാൻ സർ അത് അൺമ്യൂട്ട് ചെയ്യാൻ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ അത് കിട്ടിയാൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇവിടെ ചാറ്റ് ബോക്സിൽ ഉണ്ട്. വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ CA? അത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയതുകൊണ്ട് ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് ഇതെനിക്ക് പറയാൻ പറ്റില്ല. അത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവേഴ്സെൽഫ്. ഞാൻ പറയുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് തന്നെയാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് പറഞ്ഞാൽ അത് എന്താ പറയാ, അതൊരു മാർക്കറ്റിംഗ് ആയി പോകും. ACCA കോഴ്സിനെ കുറിച്ചിട്ട് പലരും ചോദിച്ചിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. ACCA CA ഒന്ന് തന്നെയാണോ, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ഏറ്റവും കൂടുതൽ ഞങ്ങളോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ACCA കുറച്ച് പാസ് പെർസെന്റേജ് കൂടുതലുണ്ട്. ACCA നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്, UK ബേസ്ഡ് ആണ്. പക്ഷെ പ്രോബ്ലം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ത്യൻ CAസിന് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് സൈനിങ് അതോറിറ്റിയാണ്. ACCA മെമ്പേഴ്സിന് ഇന്ത്യയിൽ ഒരു സൈനിങ് അതോറിറ്റിയും ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഒരു കമ്പനിയിലോ ഒരു ഇൻഡസ്ട്രിയില് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് ACCA ഒരു കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ ഗൾഫിലോ അല്ലെങ്കിൽ മിഡിൽ മറ്റേ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ACCA ഒരു കുഴപ്പമില്ല. പഠിക്കുന്ന സബ്ജക്ട്സും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ സൈനിങ് പവർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതുപോലെ ഇൻകം ടാക്സ് ഇത്ര ഡെപ്ത് ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇത്ര കൃത്യമായിട്ടോ ACCAക്ക് കിട്ടുന്നില്ല. പല കുട്ടികളും ACCA കോഴ്സിനൊപ്പം ഞങ്ങളുടെ ഓഫീസിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. അവർക്ക് ഇൻഡസ്ട്രിയിൽ നല്ല ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ CAസിന് വിദേശത്തുള്ള അവസരങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ബ്രിട്ടീഷ് പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രാക്ടീസസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം ഗൾഫിലൊക്കെ ഉള്ള നമ്മുടെ മലയാളി കൂട്ടുകാര്, നമ്മളെ പിന്നെ സുഹൃത്തുക്കളോ മക്കളൊക്കെ അതിപ്പോ വലിയ താല്പര്യം ഫാനായി മാറിയിട്ടുണ്ട്. നമ്മളെ FCA SCA പോരാ, ഇന്റർനാഷണൽ പ്രാക്ടീസസിനും പിന്നെ അതുപോലെ ക്വാളിഫിക്കേഷൻ കിട്ടാനായിട്ട്. ഐ ഓൾസോ നോട്ട് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, ചാറ്റ് ബോക്സിലും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റില് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റില് ഇന്ത്യൻ CAs ആണ് ഉള്ളത്. ഈവൻ CPAക്കാരേക്കാൾ കൂടുതലായിട്ടും, അതുപോലെ തന്നെ ബ്രിട്ടീഷ് CAക്കാരേക്കാളും ഓസ്ട്രേലിയൻ CAക്കാരേക്കാൾ കൂടുതലായിട്ടുള്ള ഇന്ത്യൻ CAക്കാർ തന്നെയാണ്. അവരുടെ കാലിബറും അവരുടെ കപ്പാസിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ CAs മികച്ചത് തന്നെയാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ യൂസഫ് അലി സാർ പറഞ്ഞ ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ പറഞ്ഞത് 250ഓളം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. 250ലും മേലിൽ എല്ലാവരും ഹൈലി പെയ്ഡ് ആണ്. അപ്പോ അദ്ദേഹം, പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാല് ഇന്ത്യൻ CAസിന് അവിടെയുള്ള യൂറോപ്യൻ കമ്പനീസിന്റെ ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്യാനോ, അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലോ അമേരിക്കൻ മാർക്കറ്റിലോ ലിസ്റ്റ് ചെയ്തിരുന്ന കമ്പനികളിൽ സൈൻ ചെയ്യാനുള്ള ഒരു ഇത് ഇല്ല, ലൈസൻസ് ഇല്ല. അതിന് CPAക്കാരോ ബ്രിട്ടീഷ് CAക്കാരോ വേണം. അതുകൊണ്ടാണ് പലരും CPA എടുക്കാനായിട്ട് US CPA ഉണ്ട്, ഓസ്ട്രേലിയൻ CPA ഉണ്ട്, കനേഡിയൻ CPA ഉണ്ട്. അവർക്കെല്ലാം CPA ആണ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ CA പാസ്സായിട്ട് പോയ, CA എഴുതാനായിട്ട് 5ഓ 6ഓ ചാൻസ് എടുത്ത് പാസ്സാവാൻ എടുത്ത പല കുട്ടികളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CPA പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ CPA ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷെ മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ അമേരിക്കയിലോ പോയിട്ടാണ് നിങ്ങൾ CPA ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ്. കമ്പയർ ടു ഡോളർ പേയ്മെന്റ് വരുമ്പോൾ നമുക്ക് അത്രയും ഒരു കോസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. കോസ്റ്റ് സെയിം ആണ്, പക്ഷെ കോസ്റ്റ് അത്ര തോന്നത്തില്ല. സോ ഇതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ത്യൻ CA പാസ്സായവർക്ക് വളരെ എളുപ്പമാണ് CPA പാസ്സാവുക എന്നുള്ളത്. അടുത്ത ചോദിക്കേണ്ടത്, വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഫോർ ബിക്കമിങ് എ CA വിത്ത് കോച്ചിങ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ് പറയുന്നത്.
അപ്പൊ ഞാൻ ആദ്യമേ വിത്ത് ഡീറ്റെയിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓരോ സ്റ്റെപ്പിലും എത്രയാണെന്നുള്ളത്. ഈവൻ ഫൗണ്ടേഷൻ എത്രയാണ്, ഇന്റർമീഡിയറ്റിന് എത്രയാണ്, ഫൈനലിന് എത്രയാണ്, ഇതിന്റെ കൂടെ വരുന്ന എക്സാം ഫീസും കൂടെ എല്ലാം കൂടെ കൂട്ടിയാലും നിങ്ങൾ കോച്ചിങ് ഫീസ് ഒഴിച്ചാൽ ഇറ്റ്സ് ലെസ് ദാൻ എ ലാക്ക്. 90,000 rupees ആണ് നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ്. ഈ 3.5 years കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിയർലി 90,000 rupees ആണ്. പിന്നെ നിങ്ങൾ കോച്ചിങ്ങിന് എത്ര പോകുന്നു, എവിടെ പോകുന്നു, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ അത് നിങ്ങളുടെ ഒരു കോസ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. യു വിൽ ഗെറ്റ് സ്റ്റൈപ്പൻഡ് ഡ്യൂറിങ് യുവർ ആർട്ടിക്കിൾഷിപ്പ് പീരിയഡ്. അപ്പൊ അത് ആ കോസ്റ്റുമായിട്ട് ബാലൻസ് ചെയ്തു പോകും. എന്റെ ഒരു അനുഭവം വെച്ച് പറയുവാണെങ്കിൽ ഒരു ലെസ് ദാൻ 1 lakh ഉണ്ടെങ്കിൽ ഈ 3.5 years നിങ്ങൾക്ക് ഒരു CA ആവാം. ഈ CPA ആഫ്റ്റർ CA പോസ്റ്റ് വെരി മച്ച് ഒരു ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ സ്ഥാപനത്തിൽ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ തന്നെ CPA ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ CPA-കാരുണ്ട്. ഈവൻ US വർക്ക് ചെയ്യുന്നവരുണ്ട്. Can we study the course directly with the study material or should we attend the foundation coaching class? Not necessary. അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇറ്റ്സ് ഓൺലി എ കറസ്പോണ്ടൻസ് കോഴ്സ്. പക്ഷേ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു ഫൗണ്ടേഷന്റെ കോച്ചിങ്ങിന് പോയ ആളുടെ കൂടെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അവരൊരു 10 പ്രാവശ്യം ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടാണ് അവിടെ എക്സാം എഴുതാൻ വരുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. അപ്പൊ അവരുടെ കോമ്പിറ്റൻസി ലെവല് ഒത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്രമാത്രം എന്താ പറയാ എഫിഷ്യന്റും ബ്രില്യന്റും ആണെങ്കിൽ മാത്രമാണ് കോച്ചിങ് ഇല്ലാതെ ഫൗണ്ടേഷന് പോകാനായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യത്തുള്ളൂ. അതർവൈസ് നിങ്ങൾ ഒരു കോച്ചിങ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ബിക്കോസ് ഞാൻ 25% പാസ് പെർസെന്റേജ് ഉള്ളൂ. അപ്പോ ഇപ്പൊ 25% നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി അത്ര ഇംപ്രൂവ് ചെയ്തിരിക്കണം. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ വിത്തിൻ ദ അലോട്ടഡ് എക്സാം ടൈമിൽ നിങ്ങൾ ഈ ആൻസേഴ്സ് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. അതിന് ട്രെയിനിങ് വേണം. അതിന് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ക്ലാസ്സോ കോച്ചിങ്ങോ ആവശ്യമായിട്ട് വേണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, കോച്ചിങ് വേണോ വേണ്ടോ എന്നുള്ളതാണ്. അല്ല, ഒരു സംശയം ചോദിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന കാലം അത് ഫ്യൂച്ചറിൽ നമ്മുടെ പിന്നെ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഈ ആർട്ടിക്കിൾഷിപ്പിന് ഒരു തരം എന്താ പറയുക, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികള് പിന്നെ അവസാന സെമസ്റ്റർ ആകുമ്പോഴേക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന പോലത്തെ ഒരു രീതിയുണ്ട്. ബീങ് എൻ എഞ്ചിനീയർ എനിക്ക് നന്നായിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ്, റെലവെന്റ് ആണ്? അതാണ് CA കോഴ്സിന്റെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ സ്വിമ്മിങ്ങിന്റെ തിയറി പഠിച്ചിട്ട് നമ്മൾ കുളത്തിലേക്ക് എടുത്തു ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് ശരിക്കും എഞ്ചിനീയറിംഗിന്റെയും മെഡിസിന്റെയും എല്ലാം പ്രശ്നം. തിയറി എല്ലാം പഠിക്കുന്നു, പക്ഷെ മെഡിസിൻ അറ്റ്ലീസ്റ്റ് ഹൗസ് സർജൻസി പീരീഡ് എങ്കിലും ഉണ്ട്. എഞ്ചിനീയറിംഗിന് അതുപോലും ഇല്ല. അപ്പോ ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ ബോസ് അവിടെ ചെയ്യുന്ന പ്രിൻസിപ്പൽ ഒരിക്കലും അവിടെ ഇരുത്തി ക്ലാസ് എടുത്തു കൊടുത്ത് പഠിപ്പിക്കലല്ല, അവരെ ഫീൽഡിലേക്ക് കുളത്തിലേക്ക് എടുത്ത് ഇടുവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു BSc ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആദ്യമേ ചെന്ന് ചാടിയത് ഷറഫ് സാറിന്റെ കണക്കിലേക്കാണ് ചെന്ന് ചാടിയത്. എനിക്ക് ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു. അവിടെ ചെന്നിട്ടാണ് ഞാൻ എന്താണ് ക്രെഡിറ്റ് എന്താണ് ഡെബിറ്റ് എന്ന്. അതുപോലെ ബാങ്കുകളിൽ പോയി ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോ ഞങ്ങളുടെ ഇപ്പൊ സാറ് MD ആയിരുന്ന RBDCK ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിലേക്ക് നമ്മള് സ്റ്റുഡൻസിനെ വിടുവാണ്. അപ്പൊ എന്താണ് ഓരോ ഇൻഡസ്ട്രിയിലും ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമായിട്ട് നമ്മൾ വിടുന്നില്ല. ബാങ്കിങ് സെക്ടറിൽ എന്താണ് നടക്കുന്നത്, മാനുഫാക്ചറിങ് സെക്ടറിൽ എന്താണ് നടക്കുന്നത്, സർവീസ് സെക്ടറിൽ എന്താണ് നടക്കുന്നത്, എല്ലാത്തിനെ കുറിച്ചിട്ടും ഈ 3 വർഷം കൊണ്ട് അവർക്ക് കൃത്യമായ ഒരു വിവരം കിട്ടുകയാണ്. എന്റെ ഒക്കെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് 3 year ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത് തന്നെ. അവിടെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് ലൈഫിൽ പിന്നെ പുറകോട്ട് ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ആഫ്റ്റർ +2 ഫൗണ്ടേഷൻ രജിസ്റ്റർ എപ്പോൾ ചെയ്യണം? ആഫ്റ്റർ +2 വേണമെന്നില്ല. ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഫ്റ്റർ 10th പോലെ ചെയ്യാം. ഓൺലി തിങ് ഈസ് ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +2 പാസ് ആവണമേ എന്നുള്ളൂ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ,
നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ, ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് 10th കഴിഞ്ഞാലും പറ്റും. അത് 2 കട്ട് ഓഫ് ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ജാനുവരി 1 മുമ്പ് രജിസ്റ്റർ ചെയ്താൽ മെയിൽ എഴുതാം, ജൂൺ 1 മുമ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നവംബറിൽ എഴുതാം. വളരെ കൃത്യമായിട്ട് ആ ഞാൻ എന്റെ സ്ലൈഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ പ്രോസ്പെക്ടസ് എടുത്താലും വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഈവൻ LLB കോഴ്സ്, ഞാൻ കോഴ്സിനെ കുറ്റം പറയല്ല, ഞങ്ങളുടെ CA പ്രൊഡക്ഷൻസ് എല്ലാവരും മിക്കവാറും എല്ലാവരും തന്നെ LLBയും കൂടെ ചെയ്യുന്നുണ്ട്. ഈ LLB കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായി കോടതി പോകുന്ന ഒരു വക്കീലിന് പ്ലീഡ് ഗിൽറ്റി എന്ന് പറയാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒത്തിരി ലീഗലി അദ്ദേഹത്തിന് ഒത്തിരി നിയമത്തെ കുറിച്ചിട്ടോ കേസ് ലോസിനെ കുറിച്ചിട്ടോ അറിയാം. പക്ഷെ ജഡ്ജിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്ലീഡ് ഗിൽറ്റി പറയാൻ ഉള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഇൻഡസ്ട്രിയിൽ, ഈവൻ ഞങ്ങൾക്ക് ടാറ്റയുടെ വരെ ടാറ്റ ഹൗസിൽ പോയിട്ട് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ആ കിട്ടുന്ന എക്സ്പോഷർ, ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ പോലും നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു അനുഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പലരും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞോളൂ. CA സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ +2ന്റെ മാർക്കും ഡിഗ്രിയുടെ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതെങ്ങനെ അത് ആർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും? ആപ്റ്റിറ്റ്യൂഡ് നടത്താനുള്ള ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇവരെ സെലക്ട് ചെയ്യാനുള്ള അങ്ങനെ ഒരു സാധ്യത? അല്ല, അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്തുന്നുണ്ട്. ഒരു ടെസ്റ്റ് ആയിട്ട് നടത്തുന്നില്ല. ഫൗണ്ടേഷൻ ആണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. CA ഫൗണ്ടേഷൻ ആണ്. അതിനുശേഷം ഓറിയന്റേഷനും ITTയും ഉണ്ട്. ഈ ഓറിയന്റേഷനിൽ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ എലിജിബിൾ, പക്ഷെ അവിടെ ഒരു ടെസ്റ്റ് ആയിട്ടോ അതിന്റെ മാർക്ക് ലിസ്റ്റോ ഒന്നും പറഞ്ഞില്ല. ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് മാർക്ക് തന്നെയായിരിക്കും ബേസ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഫൗണ്ടേഷന്റെ മാർക്കോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിന്റെ മാർക്കോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് +2ന്റെ മാർക്കോ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. സാർ പറഞ്ഞ 15 days ക്ലാസ്സിനെ കുറിച്ച് ഒന്നുകൂടി പറയാമോന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. ആ 15 days എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞു, പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പേര് CAക്ക് വന്ന് ജോയിൻ ചെയ്യും. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് MBAക്കോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള MCAക്കോ ഒക്കെ തിരിഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് അല്ലെങ്കിൽ CA പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, കാരണം 3 വർഷം കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഓറിയന്റേഷൻ ആണ് ആൻഡ് ITT 2 കോഴ്സുകളാണ് ഈ 15 ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തന്നെ ഈ CA കോഴ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടും. ആർക്കെങ്കിലും അതിനു മുമ്പേ ഇത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരണമെങ്കിൽ ഈസി ആയിട്ട് ചേരാം. അപ്പൊ അതുകൊണ്ട് അത് തീരുമാനിക്കുന്ന ഒരു കോഴ്സാണ് ഈ 15 days കോഴ്സ്. അത് ഫിസിക്കലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നടത്തിയിരുന്നത്. പക്ഷെ ഈ കൊറോണ കാരണം ഇപ്പോൾ അതെല്ലാം ഓൺലൈനാണ്. കൊറോണ കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഫിസിക്കൽ ക്ലാസ് റൂമിൽ തന്നെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ആയിട്ട് തന്നെ നടത്തുന്നതാണ്. ഈവൻ എറണാകുളത്ത് ഉടനെ തന്നെ ഒരു സെന്റർ ഓഫ് എക്സലൻസി അതിനുള്ള എല്ലാ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വരുന്നുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഈ കോഴ്സ് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അതിനുവേണ്ടിയുള്ള ഫണ്ട് അലോക്കേഷൻസ് എല്ലാം ആയി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതിനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ, ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ള ഒരു തമാശ എനിക്ക് ഓർമ്മ വരികയാണ്. തമാശയല്ല, കാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഖത്തറിലെ കുറച്ച് സ്റ്റുഡൻസിനെ തലമുടി വെട്ടിക്കാനായിട്ട് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഷറഫുദ്ദീൻ സാറ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ തലമുടി വെട്ടിക്കാനായിട്ട് തിയറി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് തലമുടി വെട്ടി തന്നെ പഠിക്കണം. അദ്ദേഹം ഖത്തറിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. +2 ഫൗണ്ടേഷൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും. +2 ഫൗണ്ടേഷൻ
രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ആ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞല്ലോ, ജാനുവരിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ എഴുതാം. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മെയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ജൂൺ കഴിഞ്ഞതുകൊണ്ട് അടുത്ത ഡിസംബർ എക്സാമിന് ഫൗണ്ടേഷൻ എഴുതാൻ പറ്റത്തില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും എക്സാം നടക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റുഡൻസ് ഡയറക്റ്റ് ചോദിക്കാം. ഇനിയും കുറച്ച് സമയം കൊണ്ട് 2-3 ചോദ്യം കൂടി ചോദിക്കാൻ നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 11:30 മണിക്കൂറിന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഹലോ സാർ, യെസ് പറയൂ. നമുക്ക് ഈ CA ആയി കഴിഞ്ഞാൽ CAന്റെ ജോലി തന്നെ ചെയ്യണമെന്നുണ്ടോ? അതായത് ഓഡിറ്റ് പോലെ തന്നെ ഉള്ളത് തന്നെ ചെയ്യണമെന്നുണ്ടോ? അല്ലെങ്കിൽ കോച്ചിങ് ഒക്കെ ചെയ്തൂടെ? ഞാൻ അതിനെ കുറിച്ചിട്ട് ആ ഒരു സ്ലൈഡിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. CAയുടെ സ്കോപ്പ് അൺലിമിറ്റഡ് സ്കോപ്പാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. നിങ്ങൾക്ക് CA ഇപ്പൊ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ CA കോച്ചിങ് നടത്തിയ, അതായത് ഞാൻ പല എന്നോടൊപ്പം തന്നെ കോമ്പിറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് CA കോച്ചിങ് നടത്തുന്നുണ്ട്. നല്ല ഏണിംഗ് കപ്പാസിറ്റിയാണ്. പണ്ടൊന്നും ട്യൂഷന് ഇത്രയും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ട്യൂഷൻ നടത്തിയിട്ട് ഈവൻ പ്രാക്ടീസിനേക്കാളും എംപ്ലോയ്മെന്റിനേക്കാളും കൂടുതൽ ഏണിങ്സ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ എനിക്കറിയാം. ഒരു മെസ്സേജ് അയച്ചിരുന്നു, കണ്ടോ? സൈറക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു ലിമിറ്റേഷനും ഇല്ല. നിങ്ങൾക്ക് ഏത് സെക്ടർ, എംപ്ലോയ്മെന്റ്, പ്രാക്ടീസ്, പഠിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ടീച്ചിങ്, അതുപോലെ തന്നെ IT സെക്ടറിൽ ഈവൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ, ഇങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ സ്ലൈഡുകളിൽ അത് പറഞ്ഞിരുന്നു കൃത്യമായി. ഓക്കെ, ഇനി ആർക്കെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഐ തിങ്ക് നമുക്ക് തോന്നുന്നു ഏറ്റവും ഒരു പ്രയോജനപ്രദവും വിജ്ഞാനപ്രദവുമായ രീതിയിൽ താല്പര്യമുള്ള കുട്ടികള് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് വിൽ ബി ഫ്യൂവർ. പക്ഷെ അതേസമയം തന്നെ അവരൊക്കെ ഇന്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുകയും കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ആൻഡ് മിസ്റ്റർ പ്രതീഷ് ഹാഡ് ആക്ച്വലി പ്രിപ്പയർഡ് എ വെരി ഗുഡ് പവർ പോയിന്റ് പ്രസന്റേഷൻ ആസ് വെൽ. ഞാൻ മുഴുവൻ സമയം ഇരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് കുറെ കൂടി ക്ലാരിറ്റി നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ പഠിക്കുന്ന രീതിയും അതിൻ്റെ എത്ര വർഷങ്ങൾ വേണം, പൊതുവായിട്ടുള്ള ഒരു മിത്ത് എന്ന് പറഞ്ഞാല് CAക്ക് പഠിക്കാൻ പോയാൽ 5, 6, 8 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു പോവുക എന്നല്ലാതെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ കുറച്ചധികം ക്ലേശിക്കണം എന്നൊരു പൊതുവെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ മിസ്റ്റർ പ്രതീഷിനോട് ചോദിക്കുന്നത്, ഒരു 1-2 അറ്റംപ്റ്റ്സിൽ തന്നെ, ഒരു അറ്റംപ്റ്റ് ഞാൻ പറയില്ല, 2-3 അറ്റംപ്റ്റ്സ് മാക്സിമം, അതിലിത് ക്ലിയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന മാനസികമായിട്ടോ ഭൗതികമായിട്ടോ വേണ്ടുന്ന 3 ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം പഠിക്കാൻ വേണ്ടിയുള്ള? CAക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രോഗ്രാമിന് ചേർന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ വേണ്ടുന്ന 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഈ 3 ക്വാളിറ്റി സാറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക്. അതാണ് 3 ക്വാളിറ്റി വേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ അനുഭവത്തിൽ നിന്നോ പറയുവാണെങ്കിൽ ഒത്തിരി ബ്രില്യൻസി ഒന്നും അല്ല ഇതിനാവശ്യം. ആവറേജ് ബ്രില്യൻസി മതി. ഇപ്പൊ എനിക്കറിയാവുന്ന പല ഒത്തിരി ഹൈ ലെവലിൽ എത്തിയവര്, ഇവൻ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിനുശേഷം CA, ICAA, ACS, ഇത് LLB റാങ്കോട് കൂടിയൊക്കെ പാസ്സായി. അദ്ദേഹത്തിന്റെ ആ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റില് അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്റെ കൊച്ചി മെട്രോയുടെ പഴയ കമ്പനി സെക്രട്ടറി അനിൽകുമാർ സാർ, എന്റെ ഗുരുവാണ് അനിൽകുമാർ. 10ാം ക്ലാസ്സിൽ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു വ്യക്തിയാണ്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ കൂടെയാണ്. ഞങ്ങളുടെ കമ്പനി സെക്രട്ടറി ആയിരുന്നു. ചെയർമാൻ അല്ല, ഹീസ് എ നോൺ ജുഡീഷ്യൽ മെമ്പർ, NCLT മെഡ്രാസ് ബെഞ്ച്. കറക്റ്റ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ അൽഫോൻസ് കള്ളന്താരൻ സാറും പറയുമായിരുന്നു, അദ്ദേഹമൊക്കെ ജസ്റ്റ് 10ാം ക്ലാസ് പാസ് ഔട്ട് ആണ്. പക്ഷെ അവിടെ അപ്പോ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇസ് പങ്ക്ച്വാലിറ്റി. നിങ്ങള് രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ പഠിച്ചു പിന്നെ പോയി കിടന്നു, ഇതൊന്നും പറ്റത്തില്ല. പിന്നെ ഉള്ള ഈ രണ്ടാണ് ഏറ്റവും, ഡെഡിക്കേഷൻ ആൻഡ് പങ്ക്ച്വാലിറ്റി, ദെൻ ഹാർഡ് വർക്കിംഗ്. അവിടെ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം,
you should know something about everything and everything about something. കാരണം CA സിലബസിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 100% എല്ലാം പഠിച്ചിട്ട് CA പാസ്സാവലും നടക്കത്തില്ല. പക്ഷേ 100% നിങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. And you should know something about everything and everything about something. അപ്പൊ ആ everything about something നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് വരും, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, അവർ പാസ്സായി പോകും. അതാണ് പലരുടെ ചില ചാൻസസിൽ 1 മാർക്കിന് തോറ്റു, 2 മാർക്ക്. ഈ റിസൾട്ടിൽ സാറ് ശ്രദ്ധിച്ചാൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി അറിയാം, ഈ ഫെയിൽ ആവുന്നതിൽ ഏകദേശം ഒരു 80% ഒരു 10 മാർക്കിന്റെ വ്യത്യാസത്തിലേക്ക് ആയിരിക്കും ഫെയിൽ ആയിട്ടുണ്ടാവുക. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എവറിത്തിങ് അബൌട്ട് സംതിങ് എന്നുള്ള കാര്യത്തിലാണ് അവർ ഫെയിൽ ആവുന്നത്. അത് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ പഠിച്ച് പിന്നെ ഒരു ലക്ക് നമ്മൾ ആ ചാൻസിൽ അത് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സെപ്ഷണലി ഒരു 5% സ്റ്റുഡൻസ് എങ്ങനെയൊക്കെ ചോദിച്ചാലും ഏത് ഏരിയ എന്ന് ചോദിച്ചാലും ചെയ്യും. ബാക്കിയുള്ള ഈ 95% സ്റ്റുഡൻസിന്റെ കാര്യം ഇതാണ്. ഓക്കെ, അപ്പോൾ സൈറബാനു, എനിക്ക് തോന്നുന്നു നമ്മുടെ ചോദ്യങ്ങൾ ധാരാളം നമ്മുടെ കുട്ടികളും ചോദിച്ചുകൂടാതെ നമ്മളും ഒക്കെ ചോദിച്ചു, ഞാനും കാര്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. സൈറ, ഇനി എന്താണ്? നമ്മൾ ഐ തിങ്ക് വി ഓൾമോസ്റ്റ് വി ഹാഡ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ. ആ വിഷയത്തിന് പിന്നെ കുറച്ച് ചോദ്യങ്ങൾ കാര്യമായിട്ടുള്ള ഏറ്റവും കാമ്പുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാം ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ മിസ്റ്റർ പ്രതീഷ് പോളിനെ പറ്റി 2 നല്ല വാക്ക് സംസാരിക്കാൻ ശ്രീ NM ഷറഫുദ്ദീനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. പ്രതീഷ് പോളിനെ കുറിച്ച് നമുക്ക് ഇനിയും 2 വാക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും പ്രതീഷ് പോളിന്റെ ഒരു പ്രാഗൽഭ്യം എന്താണെന്നോ ഉള്ളതും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്താണെന്നുള്ളതും അദ്ദേഹം എങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യും എന്നുള്ളതൊക്കെ വളരെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. പ്രതീഷ് പോള് എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്താണ്, വളരെ നാളുകളായിട്ട് ബന്ധമുള്ളതാണ്. പ്രതീഷ് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഓഫീസിലാണ് ആദ്യമായിട്ട് ആർട്ടിക്കൽഷിപ്പിന് പുള്ളി വന്നത്, ഓഡിറ്റിങ്ങിനൊക്കെ വന്നത്. അപ്പൊ അന്ന് മുതലേ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉള്ള നിലക്ക് ബഹുമാനിക്കുന്നതുമായ ഒരു വ്യക്തിത്വമാണ് പ്രതീഷ് പോൾ. അദ്ദേഹം ഇവിടെ നമ്മളെല്ലാം കണ്ടു, ഏത് വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി ദൂരീകരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. പല വേദികളിലും പല സംഘടനകളിലും അംഗമായിട്ടുള്ളതും അതിന്റെ തലപ്പത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞ പോൾസൺ ആൻഡ് കമ്പനി മുതൽ ഞങ്ങൾക്കുള്ള ബന്ധമാണ് പ്രതീഷ് പോളിൻ്റെത്. അദ്ദേഹം ഈ വിഷയം ഇവിടെ വളരെ നന്നായി അവതരിപ്പിച്ചു. കുട്ടികൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനെല്ലാം വളരെ കൃത്യമായ മറുപടി പറഞ്ഞു. കുട്ടികളെക്കാൾ കൂടുതൽ നമ്മളും കുറെ ചോദ്യങ്ങൾ PM ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്നും, കാരണം PM ഫൗണ്ടേഷന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് പ്രധാന കാരണം PM ഫൗണ്ടേഷന്റെ ഒരു കോർ ഏരിയയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, CS തുടങ്ങിയത്. അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കേണ്ടതും അതെങ്ങനെ ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ, ഇപ്പോൾ ഡയറക്ടർ സൈറ ചോദിച്ച ചോദ്യം, എങ്ങനെ നമുക്ക് ഇവരെ കൂടുതൽ നല്ല നിലവാരത്തിലുള്ള കുട്ടികളെ കണ്ടെത്താം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അത് തീർച്ചയായും പ്രതീഷ് പോളിന്റെ സഹായം കൂടെ ഞങ്ങൾക്ക് വീണ്ടും ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും PM ഫൗണ്ടേഷനും. കാരണം നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങൾ സഹായിക്കേണ്ടത്. കാരണം CA ഹോൾഡേഴ്സിന് CA പാസ്സായ കുട്ടികളെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കുക എന്നുള്ള PM ഫൗണ്ടേഷന്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അത് പൂർത്തീകരിക്കാൻ തീർച്ചയായും CA-ക്കാര്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായകമാവുക. അത് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും ഞങ്ങൾ ചോദ്യങ്ങളുമായിട്ട് വരും. ആ സംശയങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള സഹകരണം തീർച്ചയായും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നല്ല രീതിയിൽ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തതിന് ഞങ്ങളുടെ എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ചെയർമാന്റെ സാന്നിധ്യം മുഴുവൻ സമയം ഉണ്ടായി. അദ്ദേഹത്തിന് കുറെ സംശയങ്ങളുണ്ടായി, അതെല്ലാം ദൂരീകരിക്കാൻ കഴിഞ്ഞു. PM ഫൗണ്ടേഷന് വീണ്ടും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആയതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് കൂടുതൽ വിശദീകരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളോ വേണ്ടി വരും. തീർച്ചയായും അത് ഭാവിയിലും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീഷ് പോളിനെ ഇതിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി പറയാനായിട്ട് ഔപചാരികമായിട്ട് സൈറയാണോ ഷഫീഖാണോ സംസാരിക്കുന്നത്? പറഞ്ഞോട്ടെ സാർ. എനിക്കിതിൽ പറയാൻ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ലളിതമായിട്ട്, സരളമായിട്ട് എന്നൊക്കെ പറയുന്ന പോലെ, അതാണ് ഈ പ്രസന്റേഷന് ഒരു പ്രത്യേകത തോന്നിയത്. ശരിക്കും കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, ഒരുപാട് ടെക്നിക്കാലിറ്റി ഇല്ല, ഒരുപാട് ജാർഗൻസ് ഇല്ല, പക്ഷെ വളരെ അല്ലെ, എനിക്ക് അതാണ് സാർ ഇത്രയും ഭയങ്കരമായിട്ട് തോന്നുന്നത്.
എനിക്ക് വളരെ നന്നായി. അത് കാരണം എനിക്ക് തോന്നുന്നത് പ്രതീഷിന്റെ നമ്മളെ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസുമായിട്ടുള്ള ബന്ധം കൊണ്ടും വൈസ്മെൻ ജെയ്സീസും അല്ലേ, ജെയ്സീസ് ആണോ വൈസ്മെൻ ആണോ, YMCA അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാര്യമായിട്ട് കാണാനുണ്ടായിരുന്നു. അതാണ്, അത് ശരിക്കും നമുക്ക് മനസ്സിലായി. കാരണം ഒരു കരിയർ ഗൈഡൻസ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അതാണ് സരളമാണ്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് സാധാരണ ഇതിലെ CA ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെക്നിക്കാലിറ്റി ആയിരിക്കും, നമുക്ക് തന്നെ ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരിക്കും. ഇത് പക്ഷെ അങ്ങനെയല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ഷറഫുദ്ദീൻ സാർ പറഞ്ഞാല് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ അസോസിയേഷൻ ഇൻ ഫ്യൂച്ചർ ഓൾസോ. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒഫീഷ്യൽ ഔദ്യോഗികമായിട്ട് ഒരു നന്ദി പറയാനായിട്ട് ഞാൻ ഷെഫീഖിനാണ് ശരി. ബഹുമാനപ്പെട്ട ചെയർമാൻ ഹനീഷ് സാർ, ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ ഫാക്കൽറ്റി CA പ്രതീഷ് പോൾ സാർ, ട്രസ്റ്റി NM ഷർഫുദ്ദീൻ സാർ, സൈറ മാഡം, മറ്റ് വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, PM ഫൗണ്ടേഷന്റെ പ്രവർത്തകരെ, ഇന്ന് വളരെ എക്സ്ക്ലൂസീവായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് സെഷനെ ആണ് നമ്മൾ എടുത്തത്. ആ സെഷന്റെ കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത് CAക്ക് ചെറിയ ഒരു മോഹം ഉണ്ടെങ്കിൽ പോലും ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതി ഇന്ന് ഉണ്ട്. CA പോകണ്ട, അത് പാസ് ആവില്ല, പാസ് പെർസെന്റേജ് കുറവാണ്, അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടില്ല, അങ്ങനെ പല നെഗറ്റീവ്സ് ആണ് കൂടുതൽ പറയാനുള്ളത്. ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് അത്തരം കൺഫ്യൂഷനുകളൊക്കെ കുട്ടികൾക്ക് മാറുകയും വളരെ സിമ്പിൾ ആയിട്ട് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാമെന്നും, അത് മാത്രമല്ല പിന്നെ 20 വയസ്സ് 21 വയസ്സാകുമ്പോഴേക്കും മറ്റ് ഏതൊരു പ്രൊഫഷനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും CA ആയി നിങ്ങൾക്ക് പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തന്നു പ്രതീഷ് സാറിന്റെ ഈ സെഷനിൽ. തീർച്ചയായിട്ടും CAക്ക് മാത്രം ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കൺഫ്യൂഷനുകൾ മാറി CAക്ക് പോകുവാനുള്ള ഒരു തീരുമാനം എടുപ്പിക്കാൻ ഈ സെഷൻ കഴിഞ്ഞു എന്നുള്ളതും, അത് പ്രതീഷ് പോൾ സാറിന്റെ വളരെ നല്ല ക്ലാസ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷനിലെ ആകത്തുക. എന്തായാലും ഈ സെഷനെ ഇത്രയും മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത പ്രതീഷ് പോൾ സാറിനെ PM ഫൗണ്ടേഷന്റെ പേരിൽ ഇവിടെ കൂടി എല്ലാ ആളുകളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, വളരെ തിരക്കുണ്ടായിട്ടും എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങളുടെ പ്രോഗ്രാം, പ്രത്യേകിച്ച് PM ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഫുൾ ടൈം സമയമെടുത്ത് ഇരിക്കുന്നത് നമ്മുടെ ചെയർമാൻ ഹനീഷ് സാറിനെയും ഈ PM ഫൗണ്ടേഷന്റെ പേരിലും ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ട്രസ്റ്റി NM ഷർഫുദ്ദീൻ സാറ് എല്ലാ പ്രോഗ്രാമുകളും നമ്മളോടൊപ്പം സഹകരിക്കുകയും എല്ലാ രീതിയിലും നമ്മുടെ നോഡൽ സെന്ററിന്റെ പ്രത്യേകിച്ച് എല്ലാ പരിപാടികളിലും ഇടപഴകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് നല്ല എഫിഷ്യന്റ് ആയ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൽ നമ്മൾ കുറച്ചിങ്ങനെ കിട്ടാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ പ്രതീഷ് പോൾ സാറിനെ ഇന്നലെ രാവിലെയാണ് ശരിക്കും കിട്ടിയത്. അതുകൊണ്ട് വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇത് നമുക്ക് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ഡാറ്റ ഇല്ലാത്ത ഒന്നാണ് PM ഫൗണ്ടേഷൻ. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെയൊന്നുമില്ല. എങ്കിലും PM ഫൗണ്ടേഷന്റെ നോഡൽ സെന്ററുകൾ വഴിയും മറ്റ് കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആയ കുട്ടികളിലേക്കും ഈ വിവരങ്ങൾ എത്തിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീഷ് പോൾ സാറിനെ നമുക്ക് എത്തിച്ചത് NM ഷർഫുദ്ദീൻ സാറിനെയും വളരെ PM ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സൈറ മാഡം PM ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. ഈ പ്രോഗ്രാമിന്റെയും ഈ PM ഫൗണ്ടേഷന്റെ എല്ലാ പ്രോഗ്രാമിന്റെയും നെടുന്തൂണായി വർത്തിക്കുന്ന സൈറ മാഡത്തെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു വളരെ ടോപ്പിക്കലായിട്ട് ക്വസ്റ്റ്യൻ, അതൊന്ന് പിന്നെ ഇപ്പൊ ചാറ്റ് ബോക്സിൽ കണ്ടതാണ്. അതായത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഹൗ ക്യാൻ വി ഗെറ്റ് പ്രീവിയസ് ഇയേഴ്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ MCQ, why is it not uploaded on the site by ICAI? ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രതീക്ഷ പറയാൻ കൊള്ളാമായിരുന്നു. ICAIയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഒരു പോളിസിയാണത്. പക്ഷെ അതെല്ലാം അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കോച്ചിങ് സെന്റേഴ്സ് അതിനു വേണ്ടിയിട്ട് അവരുടെ എല്ലാം സൈറ്റില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഇത് ചെയ്യുന്നുണ്ട്. കാരണം അവര് പല രീതിയിൽ അത് കളക്ട് ചെയ്യുന്നു. കാരണം ICAIയുടെ പോളിസിയാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് തീരുമാനിക്കേണ്ടത് ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓൺലി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓപ്റ്റിക്കൽ മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പുതിയ പുതിയ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇത് വന്നിരുന്നത്. അപ്പൊ ആ ഒരു പോളിസി വെച്ചിട്ടാണ് ചെയ്യാത്തത്. ചിലപ്പോ ചേഞ്ചസ് വന്നേക്കാം. റീസെന്റ് ആയിട്ട് വന്ന ചേഞ്ച് ആണ്. ഓക്കെ, താങ്ക് യു.
എനിവേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും, രക്ഷിതാക്കൾക്കും, PM ഫൗണ്ടേഷൻ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ചെയർമാന്റെ അനുമതിയോടുകൂടി പരിപാടി സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. സർ, I think we can close it down. okay, sir. Thank you, Pradesh. Anyway, thank you very much. Thank you, sir. Thank you. Thank you so much.